സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. അവ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്ന് ഭഗവതിയുടെ 2 മെസ്സേജസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എന്താണ്? ഘനശ്യാമാദേവി. ദേവിയുടെ മെസ്സേജ് എന്താണ്? മനസ്സ് കാർമേഘം പോലെ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ, അതായത് കാർമേഘം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ പെയ്തൊഴിയാൻ പ്രകാശകിരണങ്ങളെ വരവേൽക്കുക. അതായത് ചില സ്ട്രഗിളിംഗ് പീരീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മരണം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണം, അതുപോലെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ, അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് കാർമേഘങ്ങൾ കൊണ്ട് മൂടിപ്പെട്ടിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് പ്രപഞ്ച നിയമമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം, അതുപോലെയുള്ള ദുസ്സഹമായ സെപ്പറേഷൻ, ബ്രേക്കപ്പ്, അങ്ങനെയുള്ളതൊക്കെ ഒരുപക്ഷെ പ്രപഞ്ച നിയമമായിരിക്കാം. നമ്മൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സ് കാർമേഘം കൊണ്ട് മൂടപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ പെയ്തൊഴിക്കാൻ വേണ്ടി ഹീലിങ്, മെഡിറ്റേഷൻ, പ്രയർ എല്ലാം ചെയ്ത്, അത് ഒരു പ്രപഞ്ച നിയമമാണ്, അത് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റാവുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഹീലിങ്ങും മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിലേക്കുള്ള വെളിച്ചത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് പ്രകാശകിരണങ്ങളെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? വിദ്യാദേവി. അതായത് ഗ്രന്ഥപഠനങ്ങൾ, ഉപരിപഠനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണ ആൾക്കാർക്ക് അവരുടെ പഠനത്തിനായിക്കൊണ്ട്, അവരുടെ പഠനം പൂർത്തീകരണത്തിന് വേണ്ടി പുരോഗമനത്തിൻ്റെ വഴിയിലാണെന്നുള്ളതാണ് ഇവിടെ വിദ്യാദേവിയുടെ സന്ദേശം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദേവിയുടെ 2 സന്ദേശങ്ങൾ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.